Hello everyone, good morning. February 11th ആണ്. സോ ഇന്നലെ ഞാൻ ട്രേഡ് എടുത്തിരിക്കുന്നത് അപ്സൈഡാണ്. അപ്സൈഡ് ജസ്റ്റ് ഈ ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു മൊമെൻറ്റം വരികയാണെങ്കിൽ ആ ഒരു ടൈമിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റത്തെ എൻട്രി എടുക്കുന്നത്. പിന്നെ സെക്കൻഡ് എൻട്രി വന്നിട്ട് ഇവിടെയാണ് വന്നത്. പക്ഷേ അത് എൻ്റെ സ്റ്റോപ്പ് ലോസ് 50 പോയിൻറ്റ് സ്റ്റോപ്പ് ലോസാണ്. ഞാനത് ഫിക്സഡ് ആയിട്ട് സിസ്റ്റത്തിൽ ഇട്ട് വെക്കാറുണ്ട്. ഓക്കെ, ജസ്റ്റ് അത് ഹിറ്റായിട്ട് അതിന് ശേഷം പിന്നെ സൈഡ് വേസ് ആയിരുന്നു മാർക്കറ്റ്. ഓക്കെ, സോ ഇന്നലെ ഞാൻ കോൾ സൈഡാണ് എൻട്രി എടുത്തത്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ കോൾ സൈഡ് തന്നെയാണ് കണ്ടിന്യൂസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആ ഒരു പാറ്റേൺ ഇപ്പോഴും മാറിയ പോലെ എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ മാറുന്നതാണെങ്കിൽ പുട്ട് സൈഡ് എൻട്രി കിട്ടിയാൽ എടുക്കും. പക്ഷേ ഇന്നലെ പുട്ട് സൈഡ് എൻട്രി കിട്ടണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. ആ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ പുട്ട് സൈഡ് എൻട്രിയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ ഞാൻ വിചാരിക്കാത്ത ഒരു ഭാഗത്തായിരുന്നു ഓപ്പണിങ്ങും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്സൊക്കെ. അതുകൊണ്ടാണ് അത്ര വലിയ പ്ലാനിങ് ഉണ്ടായിരുന്നില്ല. 2 സ്റ്റോപ്പ് ലോസ് നല്ല ഹിറ്റായി. കോൾ സൈഡ് എൻട്രി ഞാൻ എടുക്കാൻ തീരുമാനിച്ചതെന്ന് വെച്ചാൽ ഇവിടെയുള്ള സെല്ലേഴ്സിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് കോൾ സൈഡ് എടുക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. പുട്ട് സൈഡാണ് ഞാൻ എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പുട്ട് സൈഡാണ് ഞാൻ എടുക്കുന്നതെങ്കിൽ ഏകദേശം ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ സെല്ലേഴ്സ് ഏരിയ കറക്റ്റാണോ എന്ന് കൺഫേം ചെയ്യും. അങ്ങനെ കൺഫേം ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് ഫിബോ വെച്ചിട്ടാണ് മാക്സിമം ഞാനത് കൺഫേം ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ നോക്കുകയാണെങ്കിൽ ആ സമയത്ത് പുട്ട് സൈഡാണ് എടുക്കണമെങ്കിൽ ഈ ഭാഗത്തുള്ള ബയേഴ്സിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടായിരിക്കും എടുക്കുക. ഓക്കെ, അപ്പോൾ രണ്ടിൻ്റെ ആ ഒരു നല്ലൊരു ലെവലിലായിരുന്നില്ല മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ മേ ബി 2 സ്റ്റോപ്പ് ലോസ് കിട്ടുക. അപ്പം ഇന്നത്തെ പ്ലാനിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ ബൈയിങ് ആണ് ഞാൻ ഓപ്പർച്യൂണിറ്റി നോക്കുന്നത്. ഗ്യാപ്പ് അപ്പിൽ സെല്ലിങ്ങും അതുപോലെ ഗ്യാപ്പ് ഡൗണിൽ സെല്ലിങ് ആയിരിക്കും നോക്കുന്നത്. ഓക്കെ, ഈ ഒരു ഏരിയയിലാണെന്നുണ്ടെങ്കിലും കൂടുതലും ബൈയിങ് തന്നെയാണ് നോക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ പ്ലാനിങ്. സോ ലെറ്റ്സ് സീ ഇൻ ദ ലൈവ് മാർക്കറ്റ്.